പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഒരു ദിവസം നൽകിയ യേശു ക്രിസ്തുവിന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ വിചാരിക്കുന്ന പിശാച് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയും പ്ലാനുമുണ്ട്. നിങ്ങൾ ഈ സമയത്ത് നശിച്ചു പോകും, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ അവസാനമാണ്, നിങ്ങളുടെ ഇത് തരിപ്പണമാകാൻ പോകുന്നു, ഇനി നിങ്ങൾക്ക് ഉയർച്ചയില്ല, ഇനി നിങ്ങൾക്ക് ഈ അസുഖത്തിൽ നിന്നൊരു വിടുതലില്ല, ഇനി നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ചിലരുണ്ട്. പിശാച് നിങ്ങൾക്കെതിരെ ചില പ്ലാനുകളും പദ്ധതികളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെന്നെ കേൾക്കുന്നുണ്ട്. രോഗാവസ്ഥയിലായിരിക്കാം, നിങ്ങളുടെ വീടിനകത്ത് സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം, എല്ലാം കൊണ്ട് തീർന്നു അവസാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളെ തകർച്ച കാണാൻ കാത്തിരിക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഞാനൊരു കാര്യം പറയാം. കാരണം ആ അവസ്ഥയിൽ നിങ്ങളെ തേടി ദൈവത്തിൻ്റെ കരം നിങ്ങളെ താങ്ങാൻ എന്ന് വരികയാണ്. ദൈവത്തിൻ്റെ കരം എന്നീ പ്രഭാതത്തിൽ നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾ എവിടെ തകർന്നോ അവിടെ നിങ്ങളെ ഉയർത്താൻ, എവിടെ നിങ്ങൾ തകർക്കപ്പെട്ടോ അവിടെ നിങ്ങളെ മാനിച്ചു നടത്താൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരം ഇന്നീ പകൽക്കാലം നിങ്ങളെ തേടിയെത്തുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ രോഗാവസ്ഥയിലാണോ? നിങ്ങളുടെ രോഗത്തിനെ സൗഖ്യമാക്കാൻ ഇന്ന് അവൻ്റെ ആണിപ്പഴുതുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടുകയാണ്. ശത്രു നിങ്ങൾക്കെതിരെ പല പ്ലാനുകളും പദ്ധതികളും ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ആ ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. ജീവിതമാണ്, മനുഷ്യരാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെയുമുണ്ട്. എങ്കിലും അതിൻ്റെ മീതെ നമുക്ക് ജയകരമായ ഒരു ജീവിതം നയിക്കാൻ, നമ്മളെ നടത്താൻ, നമ്മളെ വഴി നടത്താൻ നമ്മുടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ കൂടെയുണ്ട്. യേശു കയറിയ പടക് അത് മുങ്ങാറായി, പക്ഷെ മുങ്ങിയില്ല. കാരണം എന്തെന്നറിയാമോ? ആ പടകിനെ താങ്ങുന്ന ഒരു യേശു ആ പടകിലുണ്ടായിരുന്നത് കൊണ്ടാണ് അത് തകർന്നു പോകാതെ മുങ്ങിപ്പോകാതെ എന്ന്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളിതാ ഇത് തീർന്നു, നിങ്ങൾ അവസാനിച്ചു എന്ന് ശത്രുക്കൾ നിങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ നശിച്ചു പോകത്തില്ല. കാരണം നിങ്ങളുടെ കൂടെ സർവശക്തനായ യേശു ഉള്ളതുകൊണ്ട് നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകാനും നിങ്ങൾ നശിച്ചു പോകാനും യേശു ക്രിസ്തു സമ്മതിക്കത്തില്ല. ചിലർ നിങ്ങൾ തകർന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവർ ശത്രുക്കളായിരിക്കാം, പിശാചിട്ട തന്ത്രങ്ങളായിരിക്കാം, ജീവിതത്തിൽ നിങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, ഭാരങ്ങളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം. എന്തുകൊണ്ട് നിങ്ങളെ ഇനി തൊടാൻ പിശാചിന് പറ്റത്തില്ല? കാരണം ഒരു രീതിയിലും ഇനി നിങ്ങളെ തകർക്കാൻ പിശാചിനാവത്തില്ല. കാരണം എന്തെന്നറിയാം? നിങ്ങൾക്ക് ചുറ്റും തീമതിലായി കർത്താവുണ്ട്. നമുക്ക് തീ ചുറ്റിനും കത്തുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ആർക്കും കയറിപ്പോകാൻ പറ്റത്തില്ല. ഒരു പ്രാണിക്കോ ഒന്നിനും, ഒരു മനുഷ്യനോ ഒന്നിനും കയറിപ്പോകാൻ പറ്റത്തില്ല. കാരണം ചുറ്റിനും തീ ഉള്ളത് കൊണ്ട് ഒന്നിനും അതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അത് തന്നെയാണ് പ്രിയമുള്ളവരെ, നിങ്ങളെ തകർക്കാൻ പിശാച്, നിങ്ങളെ തകർക്കാനും നിങ്ങളെ മുടിപ്പാനും പിശാച് ഇട്ടിരിക്കുന്ന പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. കാരണം തീമതിലായി നിങ്ങളുടെ സംരക്ഷണമായി കർത്താവ് ഇന്നീ പകൽക്കാലം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെതിരെ ഒരു ദോഷവും തട്ടാതെ വണ്ണം കാക്കാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവർ, നിങ്ങളുടെ ബന്ധുമിത്രാദികളായിരിക്കാം, ആരുമായിക്കോട്ടെ, നിങ്ങളൊന്ന് തകർന്ന് നിങ്ങൾക്കെതിരെ ചില ദോഷങ്ങൾ ചെയ്ത്, നിങ്ങൾക്കെതിരായി ചിലത് ചെയ്ത് നിങ്ങളുടെ തകർച്ച ഇപ്പോൾ നിങ്ങൾ തകരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പൗലോസും ഇതുപോലെയായിരുന്നു. പൗലോസിൻ്റെ കയ്യിൽ അണലി കടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവൻ തീർന്നു. അണലി കടിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അവിടെ എല്ലാവരും ചീർത്ത് അവർ മരിച്ചു. എല്ലാവരും പറഞ്ഞു, ഇത് പൗലോസ് തീർന്നു, അണലി കടിച്ചു, പൗലോസ് തീർന്നു. പക്ഷേ പൗലോസ് അണലിയെ കൊടഞ്ഞു കഴിഞ്ഞു. പൗലോസിനൊന്നും സംഭവിച്ചില്ല. മരണം കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ പൗലോസ് ജീവനോടെയിരുന്നു. അവിടെ കൂടി നിന്ന് എല്ലാവരും പറഞ്ഞു, ഇവൻ ദേവനാണെന്ന്. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ നശിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെ മധ്യത്തിൽ ദൈവത്തെ വിളിക്കുന്നുവെന്ന ഒറ്റ
ഒരൊറ്റ കാരണം കൊണ്ട് ഇവൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവളുടെ കൂടെ എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് പറയത്തക്കവണ്ണം അവർ നാണം കെട്ട് പോകുന്ന അവസ്ഥകളുണ്ടാവും. കാരണം അവർക്കറിയത്തില്ല നമ്മുടെ കൂടെയുള്ള ശക്തി, നിങ്ങളുടെ കൂടെയുള്ള ശക്തി എന്താണ്. സർവശക്തനായ പിതാവിൻ്റെ ശക്തി. ആ പിതാവ് നിങ്ങളുടെ കൂടെയുള്ള ഒരു കോട്ടവും വാട്ടവും തട്ടാതെ വണ്ണം നിങ്ങളെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു പിതാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വീഴത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ നശിച്ചു പോകത്തില്ല. എങ്കിൽ നമുക്ക് പ്രിയമുള്ളവരെ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ല കർത്താവെ ഒരു ദിവസം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ദൈവമേ, നീ ഞങ്ങളെ താങ്ങുന്നതിനായി സ്തോത്രം, നീ ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം. യേശുപ്പ, സങ്കീർത്തനം 118:13 പറയുന്നല്ലോ, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. അതേ യേശുപ്പ കർത്താവെ, ഞങ്ങൾ നിൻ്റെ മുമ്പിലേക്ക് വരുന്നു. ഞങ്ങളെ തകർക്കാൻ ഞങ്ങളെ തള്ളിക്കളഞ്ഞ പലരുമുണ്ട്. പക്ഷെ വീഴാൻ സമ്മതിക്കാതെ വണ്ണം ഞങ്ങളെ കാത്ത പ്രിയ പിതാവേ, നന്ദിയപ്പ. തകർന്നു പോകാതെ ഇത്രത്തോളം നടത്തിയതിനായി നന്ദിയപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ. ദൈവം, ഇവരുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്, ഇവരൊന്ന് നശിച്ച് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെ മുൻപിൽ നീ ഇവരെ മാനിച്ച് വഴി നടത്തുന്ന വൻ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഇവർ തകരത്തില്ല, ഇവർ തളരത്തില്ല, ഇവർ നശിച്ചു പോകത്തില്ല. കാരണം ഇവരുടെ കൂടെ അങ്ങുള്ളതിനാൽ, അങ്ങേ വിളിക്കുന്നതിനാൽ, പ്രാർത്ഥിക്കുന്നതിനാൽ കർത്താവെ, ഈ മക്കൾ ലജ്ജിക്കാൻ അങ്ങ് സമ്മതിക്കരുതപ്പ. ദൈവമേ, ആരുടെ മുമ്പിലും തല കുരിക്കാൻ ഇട വരരുത്തരുത് കർത്താവെ. അപ്പം ശത്രു കർത്താവെ ഇവരെ കണ്ട് ലജ്ജിച്ചോടുവാൻ തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ. അസാധാരണമായ വലിയ സാക്ഷ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇന്ന് വരെ ആർക്കും ചെയ്തിട്ടില്ലാത്തതുപോലെ അത്ഭുതങ്ങൾ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രമപ്പ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കർത്താവെ നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വൻ കൃപയ്ക്കായി കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്തപ്പ. ദൈവമേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവെ. ഞങ്ങളുടെ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഈ മക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇന്ന് മക്കൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രതികൂലങ്ങളും കർത്താവ് നീ ഇവിടെ നിന്ന് അറിയുന്നല്ലോ. അതൊക്കെ ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതമാക്കി മാറ്റണം. ഇന്ന് മക്കൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, വഴികൾ, കണ്ടുമുട്ടുന്നവർ എല്ലാം ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവെ. നിന്റെ കരം കൂടിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് ഞങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായി അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും കർത്താവ് ധാരാളമായി ഇവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.